വിശുദ്ധനായ ചാവറയച്ചൻ്റെ തിരുശേഷിപ്പ് ഞാൻ എൻ്റെ വൈദിക മേലധ്യക്ഷ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നിർമ്മിച്ച എൻ്റെ ഈ മോതിരത്തിൽ ഉണ്ട്. 2017 എൻ്റെ കൈവിരലിന് അനുയോജ്യമായൊരു മോതിരം ഞാൻ ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു ജ്വല്ലേഴ്സിനെ സമീപിച്ചപ്പോൾ അവരാണ് എന്നോട് ചോദിച്ചത്, പിതാവിൻ്റെ മോതിരത്തിൽ ഏതെങ്കിലും വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ തിരുശേഷിപ്പ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവോ എന്ന്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തുടക്കത്തിനും വളർച്ചയ്ക്കും വേണ്ടി സഭയിൽ ഒരു ആത്മീയ നവീകരണം നടത്തുന്നതിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച വിശുദ്ധ ചാവറയച്ചൻ്റെ തിരുശേഷിപ്പ് ആ സമയം എൻ്റെ കൈവശമുണ്ടായിരുന്നു. ഞാനത് നൽകി. അവർ അത് ഈ മോതിരത്തിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മെയ് മാസം 22-ാം തീയതി ഞാൻ അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിനോടൊപ്പം റോമിൽ പോയി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ കണ്ട ശേഷം പിതാവ് നാട്ടിലേക്ക് തിരിച്ചു പോന്നു. എനിക്ക് പരിചയമുള്ള ഇറ്റലിയിലെ ഒരു ഇടവകയിൽ 2 ദിവസം ചെലവഴിക്കാനായിട്ട് പോയി. അവിടെ പള്ളിമുറിയിലെ സൗകര്യമില്ലാത്തത് കൊണ്ട് എന്നെ ഒരു വീട്ടിലാണ് താമസിപ്പിച്ചത്. 70 വയസ്സോളം പ്രായമുള്ള ആ വീടിൻ്റെ ഉടമസ്ഥർ, ഒരു ഭാര്യയും ഭർത്താവും, അവർ രാത്രി 10 മണിയായപ്പോൾ അവരുടെ മുറിയിലേക്ക് പോയി എന്നെ ഗസ്റ്റ് റൂമിൽ താമസിപ്പിച്ചു. രാത്രി 1 മണിയായപ്പോൾ ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. എൻ്റെ ഉറക്കം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഞാൻ ക്രമേണ മനസ്സിലാക്കി എൻ്റെ നെഞ്ചിന് വലിയ വേദനയാണ്. കട്ടിലിൽ കിടക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ നിലത്തുള്ള ഒരു കാർപ്പറ്റിൽ, ചെറിയ തണുപ്പൊക്കെ ഉള്ളൊരു സമയമാണ്, കിടന്ന് ഉരുളുകയാണ്. രാത്രിയിൽ വീട്ടുകാരെ വിളിച്ചുണർത്താൻ ഞാൻ ധൈര്യപ്പെട്ടില്ല. പുറത്താരോടെങ്കിലും ഈ വിവരം പറഞ്ഞ് അവിടേക്ക് കൊണ്ടുവരുവാനും ഞാൻ ആഗ്രഹിച്ചില്ല. ഏതാണ്ട് 1 മണിക്കൂറോളം ഈ കാർപ്പറ്റിൽ കിടന്ന് വേദനയാൽ പുളഞ്ഞ് എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വന്നു. നീ കയ്യിൽ ധരിച്ചിരിക്കുന്ന മോതിരത്തിൽ ചാവറയച്ചൻ്റെ തിരുശേഷിപ്പുണ്ടല്ലോ. ഞാനത് ഊരി വെച്ചിട്ടാണ് കിടന്നത്. എങ്കിലും ആ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ ആ മോതിരമെടുത്ത് നെഞ്ചുവേദന അനുഭവപ്പെട്ട ആ പ്രദേശത്ത് ഒരു 15 മിനിറ്റോളം മസാജ് ചെയ്തു, തിരുമ്മി. എന്നിട്ട് പ്രാർത്ഥിച്ചു. ചാവറയച്ചൻ്റെ മധ്യസ്ഥതയാൽ എനിക്ക് സൗഖ്യമുണ്ടാവുമ്പോൾ ഞാൻ നാട്ടിലെത്തി പ്രസംഗിക്കാൻ അവസരം കിട്ടുന്ന വേദികളിലെല്ലാം ചാവറയച്ചൻ്റെ മധ്യസ്ഥ ശക്തിയുടെ, ഈ അത്ഭുത ശക്തിയുടെ സാക്ഷ്യം പറയുമെന്ന്. അങ്ങനെ ഞാൻ 15 മിനിറ്റ് ഈ മോതിരം കൊണ്ട് വേദനയുള്ള ഭാഗം തടവിയ ശേഷം കിടന്നുറങ്ങി. പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ എൻ്റെ നെഞ്ചുവേദന ഏതാണ്ട് പൂർണ്ണമായും അസ്തമിച്ചിരുന്നു. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അൽഫോൻസാമയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഭരണങ്ങാനത്തും കഴിഞ്ഞ നവംബർ മാസത്തിൽ മാന്നാനത്തും ഞാൻ ഈ സാക്ഷ്യം പറയുകയുണ്ടായി. ഇന്ന് ഈ ജെറുസലേം ദേവാലയത്തിലും അത് സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങളെയും ഈ കുഞ്ഞുങ്ങളെയും ആശീർവദിക്കാനായി എൻ്റെ കരമുയർത്തുമ്പോൾ ചാവറയച്ചൻ്റെ തിരുശേഷിപ്പടങ്ങിയ മോതിരമാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് ഞാൻ എളിമയോടുകൂടി ഓർക്കുകയാണ്. ചാവറയച്ചൻ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ച സന്യാസ സമൂഹത്തിലെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരായ വൈദികർ സമസ്ത മേഖലകളിൽ തീക്ഷ്ണതയോടുകൂടി ചെയ്യുന്നതിനെ ഞാൻ നന്ദിപൂർവം ഓർക്കുകയും നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളിലും
ദൈവത്തിൻ്റെ കൃപാവരം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇതിനോടകം ബൈബിൾ പരിശീലനം സിദ്ധിച്ച് യൗവനത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കളെ, അവരുടെ മാതാപിതാക്കളെ ഒക്കെ ഞാൻ ഹാർദമായിട്ട് അഭിനന്ദിക്കുകയും ഇനിയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ വിധത്തിൽ അനുഗ്രഹീതമായി തീരുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.